പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സ്റ്റാറിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഈ ടൂൾസൊക്കെ എടുത്തിട്ട് പോകുന്നത് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, എറണാകുളത്തുള്ള ഒരു 2 ഫ്ലാറ്റുകൾ താമസയോഗ്യമല്ലാത്തതുകൊണ്ട് പൊളിച്ച് നീക്കുകയാണെന്നുള്ള വാർത്ത നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ എല്ലാ താമസക്കാരും ഒഴിയേണ്ട അവസാന ഡേറ്റൊക്കെ ആയതുകൊണ്ട് അവിടെ ഇപ്പോൾ നമ്മളുടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ അവസ്ഥ, അവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ റൂമിലെ പട്ടിക്കുട്ടിയാണല്ലോ, പൊളിക്കുന്ന ഫ്ലാറ്റ് കാണാൻ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി കൂടെ കൂടിയതാണ്. ഇതുവരെ പൊളിക്കുന്ന ഫ്ലാറ്റ് ഞാൻ കണ്ടിട്ടില്ല, എന്നെ കൂടെ കൊണ്ടുപോകുമെന്നും പറഞ്ഞിട്ട് പുറകെ കൂടിയേക്കാണ് പുള്ളി. അപ്പോൾ അവനെ നിങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി വീട്ടിൽ ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം, അവിടുത്തെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വൈറ്റിലെത്തി. വൈറ്റിലേന്ന് തൃപ്പൂണിത്തുറയ്ക്ക് പോകുമ്പോൾ തൈക്കുടം മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് നമ്മളുടെ ഈ ഫ്ലാറ്റ് വരുന്നത്. വൈറ്റിലയിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്ലോക്കിലൊക്കെ നമ്മൾ ചാടിക്കടന്ന് പോവുകയാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് നമുക്ക് നിങ്ങളെ ഈ കാണുന്നില്ലേ, ആ മേലെ കാണുന്ന 2 ടവറുകളാണ് കേട്ടോ, പൊളിച്ച് നീക്കുന്ന 2 ടവറുകളാണത്. അതിൻ്റെ എൻട്രൻസിലേക്കുള്ള വഴിയാണിത്. ഈ 2 ടവറുകളാണ് പൊളിക്കാൻ പോകുന്നത്. ഹെലിപ്പാഡൊക്കെ ഉള്ള വലിയ ഫ്ലാറ്റാണ്. അപ്പോൾ നമ്മളവിടെ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും നല്ല ഹൈറ്റൊക്കെയുള്ള വലിയ ഫ്ലാറ്റുകളാണ്. എന്താണ് അവിടുത്തെ കാഴ്ച എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് കരുതി എൻട്രൻസിൽ നിങ്ങൾ ആ ഫ്രണ്ടിൽ പോകുന്നത് നമ്മളുടെ കമ്പനിക്കാരൻ JJ പാക്കേഴ്സ് എന്ന് പറയും. എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന JJ പാക്കേഴ്സിൻ്റെ ഓണറാണ്, ജിജോ ബായി ആണ് നമ്മളുടെ കൂടെയുള്ളത്. അങ്ങനെ ഈ ടവർ, ഇത് A ടവറാണ്. ഈ ടവർ പൊളിക്കുന്നില്ല, ഇതിൻ്റെ പുറകിലുള്ള Bയും Cയും ആണ് പൊളിക്കുന്നത്. ഇപ്പോൾ ചെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, ഒരു ഓട്ടോയിലൊക്കെ അവിടെ ഷിഫ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുക. വീട്ടു സാധനങ്ങൾ പെട്ടി ഓട്ടോയിലൊക്കെ കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു അവിടെ. കാരണം ഇതിൻ്റെ അവസാന ഡേറ്റൊക്കെ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളുകൾ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പെട്ടിയോട്ടയിലൊക്കെ ആയിരുന്നു സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്നത് അതിൻ്റെ പുറകിലുള്ള 2 ടവറുകളാണ്. Bയും Cയും ആണ് കംപ്ലൈൻ്റ് ഉള്ളത്. അപ്പോൾ ആ ടവറുകളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കിടക്കുന്നതൊക്കെ നമ്മളുടെ വർക്കുകൾ നടക്കുന്ന, ഷിഫ്റ്റിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. നമ്മളങ്ങനെ ആദ്യം B ടവറിലെ എൻട്രൻസാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. ഇവിടെ കയറി ചെല്ലുമ്പോൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം, അവിടെയാണെന്നുണ്ടെങ്കിലും ടൈലുകളൊക്കെ പൊളിഞ്ഞിരിക്കുന്നത്. ഇവിടെയൊക്കെ ടൈലുകളൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതേപോലെ ഇവിടെ ഒരു വിള്ളലുകൾ, അങ്ങനെ ചെറിയ എന്തോ പ്രശ്നങ്ങളൊക്കെ കാണാം നമുക്ക്. ഞങ്ങൾ കരുതി നമുക്ക് ഏറ്റവും മേലെ 26ാമത്തെ ഫ്ലോറിലൊന്ന് പോയി നോക്കാമെന്ന് കരുതി ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് ഷിഫ്റ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതാണ്. അവിടുത്തെ സാധനങ്ങളെല്ലാം, കബോർഡുകൾ, അങ്ങനെയുള്ള വീട്ടു സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നതാണ്. അതേപോലെ ഇതാണെന്നുണ്ടെങ്കിലും കണ്ണൂർക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് നിങ്ങളീ കാണുന്നത്. ഹൗസ് ഹോൾഡ് ഐറ്റംസ് അവരുടെ സാറിൻ്റെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മൾ അപ്പോഴേക്കും ലിഫ്റ്റ് വന്നു. ലിഫ്റ്റിൽ കയറി നമ്മൾ 26ാമത്തെ ഏറ്റവും ടോപ്പിലൊന്ന് പോയി നോക്കാം, ടോപ്പിലെ അവസ്ഥ എന്ന് കരുതിയിട്ട്. ടോപ്പിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണാമെന്ന് കരുതി നമ്മൾ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണിത്. ലിഫ്റ്റ് എല്ലാ കാര്യങ്ങളും, കറണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതേപോലെ എല്ലാം കോൺക്രീറ്റ് എല്ലാം വിള്ളൽ, അതേപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മൾ 26ാമത്തെ ഫ്ലോറിലെത്തി കഴിഞ്ഞാൽ ആദ്യം ലിഫ്റ്റ് ഇറങ്ങി കാണുമ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിത് കണ്ടില്ലേ, ഇതേപോലെ വിള്ളലാണ്. ഈ ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വിള്ളലുകളാണ്. പിന്നെ അതേപോലെ നമ്മളിങ്ങോട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ബാൽക്കണിയിൽ അവിടുത്തെ താമസക്കാർ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ സാധനങ്ങളാണ് അവിടെയൊക്കെ കിടക്കുന്നത്. കുറേ സാധനങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. 26ാമത്തെ ഫ്ലോറിൽ തന്നെയുള്ള ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ കിച്ചൺ കബോർഡെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്, എല്ലാം അഴിച്ചെടുക്കുന്നതും അങ്ങനെയുള്ള കാഴ്ചകളാണ് അതെല്ലാം. ഇത് അവിടുത്തെ ബാൽക്കണിയിൽ നിന്നുകൊണ്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് ഇപ്പോൾ ഈ
മൊബൈലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ എന്നാലും നേരിട്ട് കാണുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. കാരണം അത്രയും ഹൈറ്റിൽ കൊച്ചി മുഴുവൻ കാണാമെന്ന് പറയുന്നത് പോലെ നമുക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ്. അതിൻ്റെ ഉള്ളിലുള്ള കബോർഡ് കാര്യങ്ങളൊക്കെയാണ് ഇത് ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇത് രണ്ടാമത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ കാണുന്ന ടവർ, ഈ ടവറിന് എന്തോ കുഴപ്പമില്ല, അപ്പോൾ അതുകൊണ്ട് ആ ടവർ പൊളിക്കുന്നില്ല. അതിൻ്റെ തൊട്ട് എ ടവറാണ്, ആ കാണുന്നതാണ് എ ടവർ. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടുന്ന് ഇതിൻ്റെ പുറകിലുള്ള 2 ടവറുകൾക്കാണ് പ്രശ്നമുള്ളത്. അത് 26 നിലകളിലായിട്ട് ആളുകൾ താമസിക്കുന്നുണ്ട്. ടോട്ടൽ എന്തോ 29 30 നിലകളാണ് അതിന് ടോട്ടലുള്ളത്. ഹെലിപ്പാഡൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി താഴെ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഷിഫ്റ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര താമസമാണ്. എല്ലാ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കണം. കാരണം അപ്പോൾ എല്ലാ ലിഫ്റ്റിലും ഒന്ന് പോയി നമ്മളൊന്ന് ഞെക്കിയിട്ടു ഏത് ലിഫ്റ്റ് ആദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കയറി പോകാമല്ലോ എന്ന് കരുതിയിട്ട്. അതിനുശേഷം നമ്മളൊന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വെച്ചു. എന്താ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വേറെ ഏതെങ്കിലും ഫ്ലാറ്റ് തുറന്നിട്ടിട്ടുണ്ടോ, അകത്തെ എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ കഴിയുമോ എന്നൊക്കെ ചുമ്മാ ഒന്ന് കയറി നോക്കി. പക്ഷേ വേറെ എല്ലാ ഫ്ലാറ്റുകളും പൂട്ടിയൊക്കെ ഇട്ടിരിക്കുകയാണ്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ബാൽക്കണി വ്യൂ ഒക്കെയാണ്. നമ്മൾ അവിടെ ബാൽക്കണിയിലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ആളുകൾ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന എന്തോ കുറേ സാധനങ്ങൾ. ഇതിപ്പോൾ ഒരു സ്ഥലത്തെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതേപോലെ പല ഏരിയകളിലായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ആളുകൾ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം അപ്പോഴേക്കും നമ്മളുടെ ലിഫ്റ്റാണെന്നുണ്ടെങ്കിലും വന്നു. ഇനി നമ്മൾ ലിഫ്റ്റിൽ കയറി ഏറ്റവും താഴെ ബേസ്മെൻറ്റിൽ -1 ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. -1 ആണ് ഏറ്റവും താഴെ. അതിൻ്റെ പില്ലറുകളൊക്കെ ആകെ വിണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പോയി നോക്കാമെന്ന് കരുതി നമ്മൾ ഏറ്റവും താഴേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ. ഫോണൊക്കെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുക. അവിടെ ടൈല് പോലും സെല്ലോ ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബേസ്മെൻറ്റിൽ നമ്മൾ എത്തി. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെയുള്ള പില്ലറിൻ്റെ കാഴ്ചയാണല്ലോ നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ വിട്ടുപോയിട്ട് എന്തോ നമ്പറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. മൊത്തം പൊളിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതിനെല്ലാത്തിനും ഓരോ മാർക്ക് ചെയ്ത് നമ്പറുകളൊക്കെ ഇട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ പില്ലറുകളും കാണുന്നിടത്തൊക്കെ വിള്ളലുകൾ. എത്ര കൃത്യമായിട്ട് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതുണ്ട്, ഇതൊക്കെ ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തോ മാർക്ക് ചെയ്തേക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ ഓരോ പോയിൻ്റ് എല്ലാം ഇട്ട് വച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ പൊട്ടിക്കുമെന്ന് പറഞ്ഞ പോലെ. ഇത് പില്ലറുകളിലെല്ലാത്തിലും തന്നെ ഇങ്ങനെ നല്ല ഓരോ പോയിൻ്റുകളായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ നടക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ സിമെൻ്റ് അടന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ പൈപ്പുകളൊന്നും അഴിച്ചെടുക്കുന്നില്ല എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുന്നു. നമ്മുടെ സംശയം അതൊക്കെയാണ്. ഇതിനകത്ത് കുറേ പൈപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യും, പൊട്ടിച്ച് കളയുകയാണോ? ഈ ഭാഗമൊക്കെ കണ്ടോ? ഈ ഭാഗമൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുരുമ്പെടുത്തിരിക്കുന്ന കമ്പിയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അതേപോലെ ഉള്ള അവസ്ഥകളാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ബേസ്മെൻറ്റിൽ ആണ് ഏറ്റവും കൂടുതൽ അപാകത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഏറ്റവും അടിയിലത്തെ ഫ്ലോറിലാണ് നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ ഈ കാണുന്നതെല്ലാം അവിടുത്തെ ഓരോ സിമെൻ്റ് അടന്നിരിക്കുന്നതും അതേപോലെ വിള്ളലുകൾ വന്നതും അടർന്നു പോയ ഭാഗങ്ങളും അങ്ങനെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. ലിഫ്റ്റിൻ്റെ സൈഡിലാണെങ്കിലും ടൈല് പൊളിഞ്ഞിരിക്കുന്നു. ഇതാണെന്നുണ്ടെങ്കിലും ഏതോ വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയ ഫർണിച്ചറുകളാണ് കേട്ടോ ഇത്. അവർക്കൊന്നും വേണ്ട, അത് ഇട്ടിട്ട് അവർ പോയി. അങ്ങനെയുള്ള ഒരുപാട് ഫർണിച്ചറുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അങ്ങനെ കുറേയൊക്കെ ഉപേക്ഷിച്ച് കിടക്കുന്ന സാധനങ്ങൾ ഒരുപാടുണ്ട്. ഈ പില്ലറിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പിയൊക്കെ ദ്രവിച്ചിരിക്കുന്ന പോലെയാണ്. അത്രയും ഒരു ശോചനീയ അവസ്ഥയിലാണ് ആ പില്ലറൊക്കെ കാണാൻ കഴിയുന്നത്. അതിനുശേഷം ഇതിപ്പോൾ ബി ടവറിൻ്റെയും സി ടവറിൻ്റെയും ബേസ്മെൻറ്റ് ഒരേ ഒരു സൈഡിൽ തന്നെയാണ്. ഇതേപോലെ ഇത് കണ്ടോ, സെല്ലോ ടേപ്പ് വെച്ച് ടൈലൊക്കെ വീണ് പോകാതിരിക്കാൻ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുക. അങ്ങനത്തെയാണ് അവസ്ഥകൾ. പക്ഷേ ലിഫ്റ്റെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ, പക്കാ കണ്ടീഷനാണ്. എല്ലാ ലിഫ്റ്റുകളും ഓടുന്നുണ്ട്. ഇതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല.
അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്തും വരെ ഒന്ന് പോയി നോക്കാം എന്ന് കരുതി അറ്റത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ ഒരു കണ്ണിൽ കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്ന് പറഞ്ഞ പോലെ കുറേ ട്രങ്ക് പെട്ടിയുടെ ഇടയ്ക്ക് രണ്ട് യമഹ ഇരിക്കണ കണ്ടു. അപ്പോൾ പിന്നെ ആ യമഹ RX-100 ആണ് വണ്ടി. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. നല്ല ഭംഗിയായിട്ട് പണിത് വെച്ചേക്കണ വണ്ടിയാണ് കേട്ടോ. രണ്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയായിരുന്നു. ആരുടെയാണോ അതിനപ്പുറം ഒരു ജിപ്സി പോലെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ താമസക്കാരുടെ ആരെങ്കിലും ആയിരിക്കാം. നല്ല വണ്ടിയാണ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയെടുത്ത വീഡിയോയാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബേസ്മെൻറ്റിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. കുറേ വണ്ടികളൊക്കെ അപ്പുറമൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ വണ്ടികൾ ഇങ്ങനെ ഉപയോഗിക്കാതെ കിടന്ന് പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇത് അതിനുശേഷം നമ്മൾ ബേസ്മെൻറ്റിൽ നിന്ന് നേരെ മേലേക്ക് കയറി പോകുന്ന വഴിയാണിത്. മേളിലേക്ക് കയറി പോകുന്ന വഴി ആണ് ഇപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തന്നെയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ കണ്ടോ ഈ പെട്ടിയോട്ടോയിലൊക്കെ സാധനങ്ങളും അവിടെ ഷിഫ്റ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കാണെന്നുണ്ടെങ്കിലും ഒരാഴ്ചയായിട്ട് നല്ല വർക്ക് ഉണ്ടായിരുന്നു ഇവിടെ. കാരണം അവിടെയുള്ള എല്ലാ കുടുംബങ്ങളും മാറുന്ന ഒരു സമയമായിരുന്നു, ലാസ്റ്റ് മൂമെൻ്റായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് മേലേക്ക് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. എന്നാൽ അത്രയും ഒരു വലിയ ഹൈറ്റിലുള്ള ബിൽഡിങ്ങാണത്. ഇത് നമ്മളുടെ സെക്കൻഡ് ടവറാണ്, അതായത് സി ടവറാണിത്. സി ടവറിലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ അവിടുത്തെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് കിടക്കുന്ന വണ്ടികളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ ഫ്ലാറ്റിൽ ഒരു 2 AC നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അറിയില്ല. അവനാണ് നമ്മളുടെ AC ടെക്നീഷ്യനാണ് ഷെയ്ർ കല്ലായി. അവൻ കാണിച്ചു തരികയാണ് 2 AC ഇരിക്കുന്നുണ്ട്, ആർക്കും വേണ്ടെങ്കിൽ നമുക്ക് അഴിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനിങ്ങനെ പറയുക. അങ്ങനെ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എന്താണെന്ന് പോയി നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറുന്നതാണ്. ഇത് കണ്ടോ, ഇത് നമ്മളുടെ അഗർവാൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിൻ്റെ പണിയാണ് കേട്ടോ. ശരിക്കും നമ്മളുടെ ആഗ്രഹം കേരളത്തിൻ്റെ അഗർവാൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് ആവണം നമ്മൾ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടോ നമ്മളും പോകുന്നത്. പക്കാ പണിയാണ്, നല്ല വൃത്തിയുള്ള അടിപൊളി പെർഫെക്റ്റ് പണിയാണ്. കണ്ടിട്ട് കസ്റ്റമർ റിവ്യൂ ഒക്കെ കുറേയൊക്കെ മോശമുണ്ട്, പക്ഷെ എന്നാലും പണിയൊക്കെ നല്ല വൃത്തിയോടുകൂടിയുള്ള പണിയായിരുന്നു കണ്ടിട്ട്. ബോക്സുകളാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് അവരെല്ലാം പാക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതെന്തോ ദൂരേക്ക് കൊണ്ടുപോകുന്ന വർക്കാണ്. ഞാൻ അവരോട് ചോദിച്ചിരുന്നു എവിടേക്കാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഔട്ട് ഓഫ് കേരള പോകുന്ന സാധനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മളതിൻ്റെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ് ഇവിടുത്തെ ലിഫ്റ്റിൻ്റെ ആ സൈഡിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും താഴെ നമ്മൾ കണ്ടില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ നോട്ടീസ് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, താമസക്കാരെല്ലാവരും ഒഴിയേണ്ട, അവസാന ഡേറ്റ് ആയിട്ടുണ്ട്, എല്ലാവരും ഒഴിയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോട്ടീസെല്ലാം അവിടെ ഇങ്ങനെ പതിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ ബേസ്മെൻറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ ടൈലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നുണ്ട്, അതല്ലാതെ ഭിത്തിയൊന്നും അടർന്നു നിന്നിട്ടൊന്നുമില്ല. ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ വിള്ളലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ലിഫ്റ്റ് വന്നു, ഷിഫ്റ്റിങ്ങും ഇവിടെയും ഷിഫ്റ്റിങ് നടക്കുന്നുണ്ട്. AC അഗർവാൾ പാക്കേഴ്സിൻ്റെ ബായി എടുത്തിട്ട് പോകുന്നതാണത്. കൊച്ചി മെട്രോയാണ് ഇപ്പോൾ അത്. മെട്രോയുടെ ഇതിൻ്റെ പുറകുവശമാണ് ഇത്. അതിൻ്റെ ഈ ഫ്ലാറ്റുകളിലേക്കുള്ള പമ്പ് ഹൗസാണ് ഈ കാണുന്നത്. പമ്പ് ഹൗസിൻ്റെ കാഴ്ചകളാണ്. മെട്രോ പോകുന്നു തൊട്ട് ചേർന്ന് തന്നെയാണ് മെട്രോ പോകുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത് പൊട്ടിക്കുമ്പോൾ മെട്രോയ്ക്കൊന്നും പറ്റില്ലേ, അല്ലെങ്കിൽ മെട്രോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരില്ലേ എന്ന് ചിന്തിച്ചു. അങ്ങനെ ആ ദൂരെയാണെന്നുണ്ടെങ്കിലും ആ അറ്റത്തെ റൂം അതിൻ്റെ ഇലക്ട്രിക്കൽ സെക്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് പോയി നോക്കാമെന്ന് കരുതി ചുമ്മാ ഒന്ന് പോയി നോക്കിയതാണ്. അവിടെ കാണണം ഫുൾ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള വയറ് കാര്യങ്ങൾ, മെയിൻ സ്വിച്ചുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തു ഇതൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ കേബിളുകളൊക്കെ ആയിരിക്കും
ഇതിനകത്ത് ഉണ്ടാകുക, ആ കേബിളൊക്കെ വെറുതെ പോകുമല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അവിടെ നടക്കുമ്പോഴാണ് അതിൻ്റെ ദൂരെ വേറൊരു കാഴ്ച. ഒരു എസ്റ്റീം ആണെന്ന് തോന്നുന്നു വണ്ടി കിടക്കുന്ന, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വണ്ടി കണ്ടു. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. വണ്ടി പെയിൻറ്റിങ്ങിന് എന്തോ കയറ്റിയിട്ട് അതിന് വേണ്ടിയിട്ട് എന്തോ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ വീലൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. വണ്ടി കാണാനാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ സാധനങ്ങൾ കൊണ്ടുവരുന്ന പെട്ടികളാണ്. അവരുടെ മിലിറ്ററിക്കാരാണ് ഇവർ, താമസക്കാരെല്ലാം. അപ്പോൾ അവരുടെ പെട്ടികളാണ്. ഇതൊക്കെ ഉപേക്ഷിച്ച് പോയതാണോ അല്ല എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി മാറ്റി വെച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഈ ഫ്ലാറ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ സാധനങ്ങൾ നിറയെ കിടക്കുകയാണ്. അങ്ങനെ നമുക്കിതിനും ഈ പറയുന്ന പോലെ 26 നിലകളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെയും 26ാമത്തെ നിലയിലേക്കൊന്ന് പോയി നോക്കാമെന്ന് കരുതി നമ്മൾ 26ാമത്തെ നിലയിലേക്ക് പോവുകയാണ്. അങ്ങനെ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ ആണെന്നുണ്ടെങ്കിലും നല്ല സ്പീഡൊക്കെ ഉണ്ട്. നല്ല പുതിയ ലിഫ്റ്റാണ്, ഒരുപാട് പഴക്കമൊന്നുമില്ല. പക്ഷെ പൊളിച്ച് കളയുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പോയി നോക്കാമെന്ന് കരുതി അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ഫ്ലാറ്റുകളിലുള്ള താമസക്കാരൊക്കെ മാറിയിരുന്നു എന്ന് തോന്നുന്നു. അവിടെ വർക്കൊന്നും നടക്കുന്നില്ലായിരുന്നു, ചുമ്മാ കാലിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാൽക്കണി എന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇതും അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ കണ്ടതിൻ്റെ ഒരു സൈഡാണ് ഇത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്കങ്ങ് ദൂരെ വരെ ഒരുപാട് സ്ഥലം കാണാം. കൊച്ചി മൊത്തം കാണാമെന്ന് പറയുന്ന പോലെ നമുക്ക് മൊത്തം കാണാൻ കഴിയും. അങ്ങനെ അവിടെ നിന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ പയ്യെ ഇറങ്ങി. പിന്നെ അവിടെ വേറെ കാഴ്ചകളൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴേക്ക് പോകാമെന്ന് കരുതി ഒന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര താമസമായതുകൊണ്ട് ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അപ്പോൾ അവിടുത്തെ ഫ്ലാറ്റുകൾ ഏതെങ്കിലും തുറക്കാൻ കഴിയുമോ എന്നൊക്കെ നോക്കി. പക്ഷേ എല്ലാം അടച്ചിട്ടേക്കുക, എല്ലാം പൂട്ടിയിട്ടേക്കുകയാണ്. അങ്ങനെ എന്നാൽ പയ്യെ താഴേക്ക് നമുക്കെന്നാൽ ഒന്ന് പോകാം, സ്റ്റെപ്പ് ഇറങ്ങി പോകാം. ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല, എന്തായാലും സ്റ്റെപ്പ് ഇറങ്ങി പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പയ്യെ സ്റ്റെപ്പ് ഇറങ്ങി. ഇതിൻ്റെ മേളിൽ ടോപ്പ് വ്യൂ ഉണ്ട്. ടോപ്പിലെന്താ അവസ്ഥ എന്നും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി അവിടേക്കും കൂടെ ഒന്ന് പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ്. 26ാമത്തെ നിലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് 27ാമത്തെ നിലയിലേക്ക് ഉള്ള വഴിയാണത്. അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ അവിടെ ലോക്ക് ചെയ്തിട്ടേക്കുകയാണ്, അവിടെ പോകാൻ കഴിയില്ല. അപ്പോൾ അത് പൂട്ടിയിട്ടേക്കുക. അങ്ങനെ അങ്ങോട്ട് പോയില്ല. നമ്മൾ അവിടെ എന്താണെന്നുള്ളത് ചുമ്മാ ഒന്ന് നോക്കി. അപ്പോൾ അവിടെ എന്താണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ പയ്യെ തിരിച്ചിറങ്ങി. അവിടെ വേറെ കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലിഫ്റ്റ് അതുവരെയായിട്ടാണെന്നുണ്ടെങ്കിലും വന്നിട്ടില്ലായിരുന്നു. ഈ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് എല്ലാ ലിഫ്റ്റും ഓരോരുത്തർ പിടിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പയ്യെ സ്റ്റെപ്പ് ഇറങ്ങി ഒന്ന് താഴേക്ക് വാങ്ങി കരുതി നമ്മൾ പയ്യെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തി. ലിഫ്റ്റ് മേലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഫ്ലോറിലിട്ട് പിടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നടന്ന് പോയപ്പോൾ ഞങ്ങളെ അന്വേഷിച്ച് ലിഫ്റ്റ് 26ാമത്തെ ഫ്ലോറിൽ പോയി. അപ്പോൾ അവനെ കാത്ത് വീണ്ടും നിൽക്കുകയാണ്. അപ്പോൾ 26ാമത്തെ ഫ്ലോറിൽ നിന്ന് ഇനി അവൻ തിരിച്ചു തന്നെ. ഞങ്ങൾ നടന്ന് 23-ലെത്തി. അങ്ങനെ 23-ൽ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതം വന്ന് കിടക്കണ പോലെ ആരുമില്ല, ഒരാൾ അനക്കവും ഇല്ലാത്ത ഏരിയ ആണിത്. അങ്ങനെ ഇവിടുത്തെ താമസക്കാരൊക്കെ ഓൾറെഡി ഒഴിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും എല്ലാ ഫ്ലോറിൽ കൂടെയും ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അവർ ഉപേക്ഷിച്ചിട്ട് പോയതാണോ എന്നാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ -1 പോയി നോക്കാമെന്ന് കരുതിയിട്ട് ഇതിന് ഈ ഫ്ലോറിൻ്റെ -1 നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എന്താണ്
അവസ്ഥ എന്നുള്ളത് നേരി കാണുമ്പോഴാട്ടോ. ഇങ്ങനെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത്ര വ്യക്തമാണെന്നില്ല, പക്ഷേ അത് നേരി കാണുമ്പോഴാണ് നമുക്ക് സങ്കടം വരും. കാരണം അത്രയും ഒരു പൈസ കൊടുത്ത് പണിത ഒരു സാധനം വെറുതെ പൊളിച്ച് കളയുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ, കോടിക്കണക്കിന് രൂപയുടെ വെറുതെ പൊളിച്ച് കളയുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. കാരണം അത്രയും ഭംഗിയായിട്ടാണ് ഫ്ലാറ്റൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ സീറോയിലെത്തി. സീറോയിലല്ല, നമുക്ക് -1 പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ബേസ്മെൻറ്റിലെത്തി. അപ്പോൾ ഇതും വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു AC ഇരിക്കുന്നുണ്ട്. ആർക്കും വേണ്ടാതിരിക്കുന്ന ഒരു AC ആണെന്ന് തോന്നുന്നു. ഇവിടെയും കുറച്ച് ഫർണിച്ചറുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയും ആരുടെയാണോ എന്തോ കുറേ ഫർണിച്ചറുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുന്ന ടൈലൊക്കെ ചാടി പോകാതിരിക്കാൻ വേണ്ടി സെല്ലോ ടേപ്പ് വെച്ചൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുക. അതേപോലെയുള്ള കോമഡി കാഴ്ചകളും നമുക്കിവിടെ കാണാമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ബേസ്മെൻറ്റിൽ ഉള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു. മറ്റേ അവിടെ ഉള്ളതുപോലെ തന്നെ എല്ലാത്തിനും ഓരോ വിള്ളലുകളും അതേപോലെ സിമെൻ്റ് അടർന്നു പോക്കിയിരിക്കുന്നത്, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ആയിരുന്നു അവിടെ. അങ്ങനെ ഇതിൻ്റെ ഈ കാഴ്ച കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് പോയി നോക്കാം. ഇനി നമുക്കുള്ളത്, ഇന്നലെ ഞങ്ങളുടെ ഒരു വർക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കസ്റ്റമറുടെ അടുത്ത് ഞങ്ങളുടെ കുറച്ച് ടൂൾസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുക്കണം. പിന്നെ അവിടെ ഒരു വാഷിംഗ് മെഷീൻ എന്തോ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കസ്റ്റമർ താമസിച്ചുകൊണ്ടിരുന്നത് B ടവറിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആൾ A ടവറിലേക്ക് മാറി. A ടവറിന് കുഴപ്പമൊന്നുമില്ലാത്ത കാരണം അത് പൊളിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവിടേക്കാണ് നമ്മളുടെ കസ്റ്റമർ മാറിയത്. അപ്പോൾ അവിടെ പോയി ഒരു ചെറിയ നമ്മളുടെ ടൂൾ കൊടുക്കണം. ആ വാഷിംഗ് മെഷീനും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ഇനി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി അതിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് പോയി ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു. ചേച്ചി അവിടെ ആണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിന് ഒരാഴ്ചയായിട്ട് വന്നതാണ്. ഞങ്ങളും പറഞ്ഞു ഷിഫ്റ്റിങ്ങിൻ്റെ വർക്കാണ്, നമ്മളുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളാണ് ചുമ്മാ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു ചേച്ചിനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. ഇത് ഫ്ലാറ്റിൽ ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ചേച്ചിക്ക് ഫ്രിഡ്ജ് എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രിഡ്ജ് വേണം എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. നമ്മൾ ഈ ഷിഫ്റ്റിങ്ങിൻ്റെ വർക്കാണെന്ന് പറഞ്ഞു. ഫ്രിഡ്ജൊന്നും നമ്മളുടെ ഇല്ല, ആണെങ്കിൽ പറയാൻ ചേച്ചിയെന്ന് പറഞ്ഞ് ചേച്ചീനെ പറഞ്ഞു വിട്ടു. അങ്ങനെ നിൽക്കുമ്പോഴാണ് A ടവറിൽ താമസിക്കുന്ന ഒരു കൊച്ചിനെ നമ്മൾ കണ്ടത്. അവനവിടെ സൈക്കിളൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുക. അപ്പോൾ അവനോട് വന്ന് എന്താ പേരിടാന്നൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു കുറച്ച് നേരം. അങ്ങനെ അവനോട് ചോദിക്കുമ്പോൾ ഞാൻ സൈക്കിളൊക്കെ ഇങ്ങനെ സ്പീഡിൽ ചവിട്ടാം, ഒക്കെ വീഡിയോ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. പുള്ളി ഇങ്ങനെ പുറകെ. അങ്ങനെ നീ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 2ാം ക്ലാസ്സിലാ? നീയാണോ ക്ലാസ്സിലെ ഫസ്റ്റ്? നീ ഏത് ഫ്ലാറ്റിലാണ് താമസിക്കണേ? A ബ്ലോക്ക്. അപ്പോൾ ഈ A ബ്ലോക്ക് പൊളിക്കല്ലേ? ആ 2 ബ്ലോക്ക് എന്തിനാ പൊളിക്കണേ? എന്നാ സാധനം കംപ്ലൈൻറ്റാ? അവിടെ ഞാൻ പോയി നോക്കിയപ്പോൾ താഴെ പില്ലറൊക്കെ പൊട്ടിയിരിക്കണ പോലെ കണ്ടു. അപ്പോൾ അതൊക്കെ കംപ്ലൈൻ്റ് ആണോ? അതാണോ? അപ്പോൾ ഇതിന് കുഴപ്പമില്ലേ? ഞാനിത് പൊളിക്കണ കാണാൻ വേണ്ടി വന്നതാ. എന്നാ ഇത് പൊളിക്കണേ? നീ വേണ്ട, നീ ഡ്രിഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നീ വീഴും. അന്നൊന്ന് കാണിച്ചേ, ചെറുതായിട്ട് കാണിച്ചാൽ മതി കേട്ടോ. ആഹാ, അത് കൊള്ളാം. ഒന്നോടെ അത് കാണിക്കാമോ? എന്താ ഒന്നോടെ അത് കാണിക്കാമോ? എന്നാ ഒന്നോടെ കാണിക്കാം.
ഇത് ഞാൻ വീഡിയോ പിടിച്ചില്ല, നീ വീഴുന്ന് ഓർത്ത്. ഇവിടെ വന്ന് കാണിക്കോ, ഇവിടെ വന്ന് കാണിക്കോ. ആ അത് കൊള്ളാം, തലക്കി. ഇതാരാ? നിന്റെ സിസ്റ്ററാ ഇത്? നീ എത്രയിലാ പഠിക്കണേ? 2ലാ? ഇവളോ? ഇവളോ? അത് കൊച്ചിന്റെ കൂട്ടുകാരിയാണോ? അത് അവളുടെ പേരെന്താ? വൈകാന്നാ? നല്ല പേരാലോ. കൊച്ചിന്റെ പേരെന്നാ? വാ. അങ്ങനെ അവിടെ കണ്ട കുട്ടികളോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് നമ്മളുടെ കസ്റ്റമറെ ഒന്ന് പോയി കാണാമെന്ന് കരുതി കസ്റ്റമറുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അവന് സൈക്കിൾ അഭ്യാസം ഇതേവരെ നിർത്തിയിട്ടില്ല കേട്ടോ. അവൻ അതിൽ കൂടെ ചാഞ്ഞാഞ്ഞ് ചവിട്ടുകയാണ്. ഇതാണ് നമ്മളുടെ എ ബ്ലോക്കിൻ്റെ എൻട്രൻസ്. എ ബ്ലോക്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, എല്ലാം പിടിപ്പിച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ. നല്ല ചുവന്ന കസേരയൊക്കെ കിടക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഫ്ലാറ്റാണ്. അപ്പോൾ നമ്മൾ എൻ്റെ കസ്റ്റമർ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെപ്പ് വഴി കയറിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പിൽ കൂടെ കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തി. കസ്റ്റമറുടെ അടുത്ത് നമ്മളുടെ കുറച്ച് ടൂൾസ് അവിടെ ഇരിക്കുന്നുണ്ട്, ആ ടൂൾസ് ഒന്ന് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഷെയർ പോയി ടൂളെല്ലാം എടുത്തിട്ട് വരുന്നത് വരെ ഞാൻ ഇവിടുത്തെ ഒരു കാഴ്ച ഒന്ന് കാണിക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാണ് കേട്ടോ സാറിൻ്റെ വീടാണത്. ഇതതിൻ്റെ മറ്റുള്ള ബാൽക്കണി, അതിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റുകളൊക്കെയാണിത്. അങ്ങനെ അപ്പോഴേക്കും അവൻ ടൂളും എടുത്തിട്ട് വന്നു. നമുക്കിനി പോകാം, പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അങ്ങനെ നമ്മൾ പോയി ഫ്രണ്ടിൽ പോയി. അങ്ങനെ ഫ്ലാറ്റിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുന്നത്. ഇത്ര നേരം വാർത്തയിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭീകരാവസ്ഥയൊന്നും നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു പ്രതിമ വച്ചിരിക്കുന്നത് കണ്ടു. അത് ആരുടെ പ്രതിമയാണെന്നൊന്ന് നോക്കാമെന്ന് കരുതി ചുമ്മാ ഒന്ന് വന്ന് പ്രതിമയുടെയും ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ കണ്ടതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളവിടെ കണ്ടു. അങ്ങനെ സെക്യൂരിറ്റി ചേട്ടന്മാരോടൊക്കെ നമ്മളൊരു ടാറ്റ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഇനി വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് ഷെയറിന് എടപ്പള്ളിക്കാണ് പോകേണ്ടത്. അപ്പോൾ അവനെ ഒരു ചായ കുടിച്ചിട്ട് അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിലാക്കാം എന്നും പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ കുറേ ഫ്ലാറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് മെയിൻ റോഡാണ്. മെയിൻ റോഡ് എത്തി. മെയിൻ റോഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ആ കാണുന്ന ടവറുകളാണ് 2 2 ടവറുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ വന്നത്. അങ്ങനെ അടുത്തുള്ള ഒരു ചായക്കടയിൽ വന്ന് നമ്മൾ ഒന്ന് ചായ കുടിക്കാമെന്ന് കരുതി കയറി. അപ്പോൾ നല്ലൊരു സ്പോട്ടായിരുന്നു. അവിടെ ഒരു 4-5 ഇക്കാമാരുണ്ടായിരുന്നു. ഇക്കാമാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ അവന് വൈറ്റില ഹബ്ബിൽ കൊണ്ടുവന്ന് ബസ് കയറ്റി വിടാമെന്നും പറഞ്ഞിട്ട് ഹബ്ബിലേക്ക് പയ്യെ വന്നു. ഹബ്ബിൽ വന്നിട്ട് ഇതേ ആ കാണുന്നത് കണ്ടോ, ഇതൊക്കെ ഇവിടെ നിന്ന് ഹബ്ബിൽ നിന്നൊക്കെ തൊട്ടടുത്താണ്. ഇത് കാണുമ്പോൾ നമുക്ക് അടുത്ത് തന്നെ കാണാം ആ ഫ്ലാറ്റുകളൊക്കെ. എന്തായാലും ഈ കാഴ്ചകൾ കുറച്ച് നാളും കൂടെ നമുക്കുള്ളൂ. അടുത്ത് തന്നെ ഇത് നിലംപൊത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ പോലെ. ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്കറിയില്ല എൻ്റെ ഒരു അവതരണ ശൈലിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിനെല്ലാത്തിനും നന്ദി. അങ്ങനെ ഇവനോടും യാത്ര പറഞ്ഞ് ഞാനവിടെ ഇന്ന് പയ്യെ വീട്ടിലേക്ക് തിരിച്ചു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ